ഒസെംപിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രമേഹത്തിന് വളരെ ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുള്ള ഒരു മരുന്ന്. പിന്നെ ഇപ്പോൾ അത് വെയിറ്റ് ലോസിനും നമ്മൾ ഉപയോഗിക്കുന്നു അറ്റ് ഹയർ സ്ട്രെങ്സ് 1.7 2.4 മില്ലിഗ്രാംസിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു ആരോപണം എന്ന് പറയുന്നത് ദാറ്റ് ഒസെംപിക് പ്രൊഡ്യൂസസ് ബ്ലൈൻഡ്നെസ്. സോ നയോൺ എന്ന് പറഞ്ഞ ഇത് നോൺ ആർട്രൈറ്റിക് ഇസ്കിമിക് ഒപ്റ്റിക് ന്യൂറോപ്പത്തി. അപ്പോൾ പെട്ടെന്ന് ഒരു കണ്ണിൽ ബ്ലൈൻഡ്നെസ് ഉണ്ടാവുക. പിന്നെ 2 ഗ്യാസ്ട്രോപെരസിസ് എന്ന് പറഞ്ഞാൽ ഓക്കാനം, ഛർദി, അങ്ങനെ ഒരു ഗുരുതരമായിട്ടുള്ള ഒരവസ്ഥ ഉണ്ടാക്കാം എന്ന് ഒരു ആരോപണം. 3 പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറഞ്ഞ ഒരവസ്ഥ, ചില ക്യാൻസറുകൾ ഉണ്ടാക്കുന്നു, കിഡ്നി പ്രോബ്ലം ഉണ്ടാക്കുന്നു. ഇങ്ങനെയൊക്കെ ഓരോ ആരോപണങ്ങൾ. നയോൺ എന്ന് പറഞ്ഞ ഒരവസ്ഥ വളരെ റെയറായിട്ട് കണ്ടുവരുന്ന ഇതാണ്. പ്രമേഹ രോഗികളിൽ കുറച്ച് കൂടുതൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഒബിയസ്ലി നമ്മളിത് പ്രമേഹ രോഗികളിൽ ഉപയോഗിക്കും. ഈവൻ അമിതവണ്ണമുള്ള ആൾക്കാർക്ക് ഇത് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഈസ് അൺഫെയർ ടു സേ ഇത് രണ്ടും ഇങ്ങനെ ഒരു കോസൽ റിലേഷൻഷിപ്പ് നമുക്ക് ഒരിക്കലും പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഗ്യാസ്ട്രോപെരസിസ് മരുന്ന് ആക്ട് ചെയ്യുന്നത് തന്നെ കുറച്ച് ഓക്കാനവും കുറച്ച് ഇത് ഉണ്ടാക്കണം. അതുകൊണ്ട് ഉറപ്പായിട്ടും GI റിലേറ്റഡ് സിംറ്റംസ് ഉണ്ടാവും. ബട്ട് എൻ്റെ പേഷ്യൻസ്, ഞാൻ വളരെയധികം പേഷ്യൻസ് വിഗോവിയും ഒസെംപിക് എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെയൊന്നും ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ കണ്ടിട്ടില്ല. പിന്നെ പാൻക്രിയാറ്റൈറ്റിസ് ഞാൻ കണ്ടിട്ടേ ഇല്ല. കിഡ്നി പ്രോബ്ലംസ്, ഈ പറയുന്ന ഇതൊന്നും ഞാൻ കണ്ടുവന്നില്ല. എൻ്റെ ഇതെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അൺലെസ് പ്രൂവ്ഡ് ഇറ്റ് ഈസ് സേഫ്. പിന്നെ മാക്സിമം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഐ എക്സാമിന് നിങ്ങൾക്ക് വേണമെങ്കിൽ യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഡൺ.